മലപ്പുറം അരീക്കോട് SOG ക്യാമ്പിലെ കമാൻഡറുടെ ആത്മഹത്യയാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. കമാൻഡർ വിനീത് ജീവനൊടുക്കിയത് കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ആരോപണം. മരിക്കുന്നതിന് മുൻപ് വിനീത് സുഹൃത്തിനയച്ച സന്ദേശവും ക്യാമ്പിൽ എഴുതി നൽകിയ വിശദീകരണക്കുറിപ്പും പുറത്തു വന്നിട്ടുണ്ട്. ഗർഭിണിയായ ഭാര്യയെ കാണാൻ പോലും അവധി നൽകിയില്ലെന്ന് കൽപ്പറ്റ MLA ടി സിദ്ദിഖ് ആരോപിച്ചു. അയച്ചിരിക്കുന്ന മെസ്സേജിൽ അവൻ പറഞ്ഞിട്ടുള്ളത് ഈ ഓട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ബറ്റാലിയനിലെ ക്രൂരമായിട്ടുള്ള ചില സമീപനത്തെക്കുറിച്ചും അത് ഇന്ന ശ്രീ അജിത്ത് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളോട് ഈ വിവരം പറയണം എന്നുള്ളതും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജാണ്. ഇന്നറായി നടക്കുന്ന പീഡനത്തിലേക്ക് വളരെ കൃത്യമായി വിരൽ ചൂണ്ടുന്ന മെസ്സേജാണ്. പോലീസിൽ നടക്കുന്ന ഇത്തരം വിഷയങ്ങൾ ഗൗരവമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാക്കണം. വിനീതിന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാവണം. കുടുംബത്തിന്റെ സംരക്ഷണം ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ സർക്കാർ തലത്തിൽ ആലോചിക്കാനുള്ള നടപടിയും സ്വീകരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിക്കാണ് കമാൻഡർ വിനീത് അരീക്കോട് SOG ക്യാമ്പിൽ വെച്ച് വെടിയുതിർത്ത് ജീവനൊടുക്കിയത്. വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യ, പ്രത്യേകിച്ചും തൊഴിൽ ചൂഷണവും മേലുദ്യോഗസ്ഥരുടെ പല രീതിയിലുള്ള തൊഴിൽ ചൂഷണവും ജോലി സമ്മർദ്ദവും കാരണം നിരവധി പോലീസുകാരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പല ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. പക്ഷെ ഇതുപോലെ സ്വയം വെടിയുതിർത്ത് ജീവനെടുക്കുന്ന സംഭവം അതിദാരുണമാണ്. ഈ വിനീത് എന്ന ഈ കമാൻഡർ ജീവനെടുക്കാനുള്ള കാരണം എന്താണ് എന്ന് വ്യക്തമായിട്ടുണ്ടോ? ഇപ്പോൾ ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഈ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെ, പോലീസ് ഉന്നതർക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ടല്ലോ. കുടുംബം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ അനുമോദ്? ടോം, വിനീതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ തുടങ്ങുന്നതേയുള്ളൂ. കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രതികരണം ലഭ്യമായിട്ടില്ല. കാരണം അവർ ഈ ഒരു ദുരന്തവുമായി ഇപ്പോഴും പൊരുത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ഇതുവരേക്കും പ്രതികരിക്കാൻ, മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരസ്യമായി പ്രതികരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. പക്ഷേ അവരുമായി സംസാരിച്ചതിന് ശേഷം അവരുടെ ഒരു വികാരം കൂടിയാണ് ടി സിദ്ദിഖ് MLA നേരത്തെ പങ്കുവച്ചത്. ഇതിൽ നമ്മൾ അരീക്കോട് ഇന്ന് ടി സിദ്ദിഖ് MLAയോട് സംസാരിച്ചിരുന്നു. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ വിനീതിൻ്റെ സഹപ്രവർത്തകരായിരുന്നവരോട് സംസാരിച്ചിരുന്നു. അവരുടെ എല്ലാം സംസാരിച്ചതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ വിനീത് അനുഭവിച്ച മാനസിക സംഘർഷം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 14 വർഷമായിട്ട് വിനീത് ഈ ഒരു ബറ്റാലിയൻ്റെ ഭാഗമാണ്. അത് തണ്ടർ ബോൾട്ടിൻ്റെയും സേവനത്തിലും അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലത്തിനിടെ അദ്ദേഹം ഒരിക്കൽ പോലും ഒരു അച്ചടക്ക നടപടിക്കോ അതേപോലെ ജോലിക്കിടയിൽ എന്തെങ്കിലും കൃത്യലോപം കാണിച്ചതിൻ്റെയോ അത്തരത്തിലുള്ള നടപടിക്ക് വിധേയനായിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന് നൽകിയ വിശദീകരണത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതും നമുക്ക് മനസ്സിലായ ഒരു കാര്യം, കഴിഞ്ഞ മാസമാണ് വിനീത് അരീക്കോട് ക്യാമ്പിൽ പ്രത്യേക പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് എത്തിയത്. 1 മാസമാണ് പരിശീലന കാലാവധി. ആ പരിശീലനത്തിനിടയിൽ അദ്ദേഹത്തിന് കടുത്ത അനുഭവങ്ങൾ നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ഇക്കാലയളവിലൊന്നും അദ്ദേഹത്തിന് ഭാര്യയെ കാണുവാനോ ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ഉള്ള അവധിയോ മറ്റ് അത്തരത്തിലുള്ള സൗകര്യങ്ങളൊന്നും ലഭിച്ചില്ല. അതുപോലെ തന്നെ പരിശീലന കാലയളവിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ട പരിശീലനം പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു. അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അത് 5 കിലോമീറ്റർ ദൂരം 25 മിനിറ്റ് കൊണ്ട് പിന്നിടണം. അതും കുത്തനെയുള്ള കയറ്റമാണ്. ഒരു തോക്കും കയ്യിലേന്തിയാണ് അത് പിന്നിടേണ്ടത്. പക്ഷേ ആ ഓട്ടത്തിനിടെ അദ്ദേഹത്തിന് ട്രാക്ക് മാറി എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു മത്സരത്തിൽ അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റിൽ അദ്ദേഹം പരാജയപ്പെട്ടതായിട്ട് റിപ്പോർട്ട് നൽകിയത്. അതിന് അദ്ദേഹം വിശദീകരണം നൽകുകയും ചെയ്തു. അപ്പോൾ അത്രയും കഠിനമായ പരിശീലനം അദ്ദേഹത്തിന് പലപ്പോഴും വലിയ ബുദ്ധിമുട്ട് മാനസികമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അദ്ദേഹം വിനീത് തന്നെ എഴുതിയ വിശദീകരണ കുറിപ്പിൽ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അതായത് ഇടയ്ക്കൊരു ഓപ്പറേഷൻ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. അപ്പോൾ ശസ്ത്രക്രിയ ഉണ്ടാക്കിയ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, പിന്നെ ഭാര്യയെ കാണാനും ഈ ഗർഭിണിയായ ഭാര്യയെ പരിചരിക്കാനും ഒന്നും കഴിയാത്തതിൻ്റെ മാനസിക സമ്മർദ്ദം, ഈ പരിശീലനത്തിൽ പരാജയപ്പെട്ടാൽ അവർക്ക് ശമ്പളത്തിൽ വലിയ വ്യത്യാസം വരും. പിന്നെ ശിക്ഷാ നടപടികൾ പോലെ ഒരുപാട് കഠിനമായ നടപടികൾ നേരിടേണ്ടി വരും. ഇതുണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം, ഇങ്ങനെ
പലവിധ സമ്മർദ്ദങ്ങൾ കാരണമാണ് അദ്ദേഹം ട്രാക്ക് മാറി ഓടിയത് എന്ന് വിശദീകരണം എഴുതി കൊടുത്തിരുന്നു. പക്ഷേ ഇതൊക്കെ അവിടെ നേരിട്ടിരുന്ന കഠിനമായിട്ടുള്ള മാനസിക സമ്മർദ്ദത്തിൻ്റെ ഓരോ കാരണങ്ങളാണ് എന്നാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടൊക്കെ സംസാരിച്ചപ്പോൾ ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം. എന്നാണെങ്കിലും ടി സിദ്ദിഖ് പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, 25 വയസ്സുള്ള ഒരാൾക്കും 36 വയസ്സുള്ള ഒരാൾക്കും ഒരേപോലെയുള്ള ശാരീരിക പരിശീലന അല്ലെങ്കിൽ പരീക്ഷകൾ അത് നടത്തുന്നത് തന്നെ അപ്രായോഗികമാണ്. ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ട്. മാനസികമായിട്ട് അവർക്ക് പിന്തുണ നൽകേണ്ടതുണ്ട്. അതൊന്നുമില്ലാതെ ഉണ്ടാകുന്ന ഇത്തരം നടപടികളാണ് ഇവരുടെയൊക്കെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതും പലപ്പോഴും ആത്മഹത്യയുടെ വക്കിലേക്ക് അവരെ എത്തിക്കുകയും ചെയ്യുന്നത്. ഇന്നലെ വിനീത് കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയി തിരിച്ചു വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു കടുങ്കൈ ചെയ്തത്. രാത്രി 9 മണിയോടെയാണ് സഹപ്രവർത്തകൻ്റെ AK-47 എടുത്ത് ബാത്റൂമിൽ പോയി താടിക്ക് വെച്ച് അദ്ദേഹം നിറയൊഴിക്കുകയായിരുന്നു. അതിനു മുൻപ് അദ്ദേഹം സുഹൃത്തിനയച്ച മെസ്സേജ് 8:59 വാട്സപ്പ് വഴി അയച്ചിരിക്കുന്നത്. അതിൽ സുഹൃത്തുക്കളുടെ പേര് പറയുന്നുണ്ട്, കമാൻഡൻ്റായ അജിത് കുമാറിൻ്റെ പേര് പറയുന്നുണ്ട്. ഒപ്പം ഈ ഓട്ടം ഇങ്ങനെയല്ല, അതിന് കുറേ കൂടി സമയം അനുവദിക്കണം, അതിൻ്റെ പേരിലാണ് താൻ ജീവൻ എടുക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ കഠിനമായിട്ടുള്ള പരിശീലനങ്ങൾ, കടുത്ത മാനസിക സമ്മർദ്ദം, ജോലി ചെയ്യുന്നവരെ മനസ്സിലാക്കാത്ത രീതിയിലുള്ള മേലധികാരിയുടെ പെരുമാറ്റം, ഇതെല്ലാം ഈ വിനീത് എന്ന ഉദ്യോഗസ്ഥൻ്റെ ജീവനെടുക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. ഇത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് തന്നെ അവരുടെ നിലവിലുള്ള നടപടികളിൽ എന്തെല്ലാം മാറ്റം വരുത്തണം, എത്രത്തോളം സൗഹൃദപരമായ രീതിയിൽ ഒരു സംവിധാനം അന്തരീക്ഷം ഒരുക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു വർഷം മാത്രം കേരള പോലീസിൽ 75-ലധികം പോലീസുകാർ, ഉദ്യോഗസ്ഥരടക്കം 75ഓളം പേർ ജീവനൊടുക്കിയ സംഭവം നമ്മൾ വിശദമായി പരിശോധിച്ചിട്ടുള്ളതാണ്, ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് വിനീത്. അതായത് അവിടെയും ജോലി സമ്മർദ്ദം, തൻ്റെ തൊഴിൽ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക, അവധി പോലും കിട്ടാത്ത സാഹചര്യം. പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഈ തൊഴിൽ സമയത്തിൽ അത് 8.5 മണിക്കൂറൊന്നുമല്ല, വലിയ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതുണ്ട്. അത് പോലീസ് സ്റ്റേഷനുകളുടെ സമ്മർദ്ദം പറയും, കാരണം ആളില്ലാത്ത പ്രശ്നം അടക്കം പല വിഷയങ്ങളും നേരിടുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇത് പതിവായി ഇതിനു മുൻപ് സമാനമായ പരാതികൾ ഉയർന്നിട്ടുണ്ടോ ഇവിടെ നിന്നും? ഈ ഒരു പോലീസുകാരിൽ നിന്നും ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ വ്യത്യസ്തരാണ്. കാരണം പോലീസുകാർക്കുള്ളതുപോലെ അസോസിയേഷൻ ബലമോ അത്തരത്തിലുള്ള കൂട്ടായ്മ സംഘടനാ ബലമോ ഒന്നും ഈ റിസർവ് ബറ്റാലിയൻ കമാൻഡർമാർക്കില്ല. അവർ നിയമപ്രകാരം 10 വർഷം ഈ ഒരു ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിൽ സേവനമനുഷ്ഠിച്ചാൽ പിന്നെ 1.5 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കി അവരെ പോലീസിലെടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും ഇതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. 14 വർഷം ഈ വിനീത് തന്നെ IRBയുടെ ഭാഗമായിട്ട് സേവനം അനുഷ്ഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവരെ സംബന്ധിച്ച് അത്തരത്തിൽ പോലീസിൻ്റെ സേവനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് IRBയുടെ സേവനങ്ങൾ. അവർ റിസർവ് ബറ്റാലിയനാണ്. തണ്ടർബോൾട്ട് അടക്കമുള്ളവർ, അതായത് കഠിനമായ ശാരീരിക ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സാഹചര്യത്തിൽ ജോലി ചെയ്യുന്നവരാണ് IRB. അപ്പോൾ അവർക്കുള്ള പ്രത്യേക പരിശീലനമാണ് അരീക്കോടുള്ള സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൻ്റെ പരിശീലന കേന്ദ്രത്തിൽ ഉള്ളത്. MSV ക്യാമ്പാണത്. പക്ഷേ SOGയുടെ ആസ്ഥാനമായിട്ടാണ് അവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അവിടെ മുൻപും ഇതുപോലെ പലരും പരാതി ഉന്നയിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടുന്ന് പരിശീലനത്തിലുള്ളവർ അവിടെ നിന്നും രക്ഷപ്പെട്ട, അതായത് ഒളിച്ചുപോയ ഒരു സംഭവം തന്നെ കഴിഞ്ഞ വർഷം ഉണ്ടായതാണ്. അവിടുത്തെ സമ്മർദ്ദം താങ്ങാതെ ഒരു പോലീസുകാരൻ അവിടെ നിന്നും ഒളിച്ചോടിപ്പോയി, അല്ലെങ്കിൽ ആരോടും പറയാതെ ഇറങ്ങിപ്പോയ ഒരു സാഹചര്യം. പിന്നീട് ആ നണ്ടി സംഘടനയാണ് കണ്ടെത്തിയത്. അതുപോലെ ഒരു വനിതാ ഉദ്യോഗസ്ഥ പരാതിപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവർക്കെതിരെ ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച്. അത്തരത്തിൽ ഈ ഒരു ക്യാമ്പിനെ കുറിച്ച് മുൻപ് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് അത്ര നല്ല രീതിയിലല്ലാത്ത പരാതികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പൊതുവെ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പോലീസിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിന് പോലീസുകാരിൽ നിന്നും വ്യത്യസ്തരാണ് IRB. അവരെക്കാൾ ശാരീരികമായും മാനസികമായിട്ടും കഠിനമായ തലങ്ങളിൽ, ടെറൈനുകളിൽ സേവനം അനുഷ്ഠിക്കേണ്ടവരാണ് ഇവർ. തീർച്ചയായും, കാരണം അവർ പല വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടവരാണ്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഠിനമായിട്ടുള്ള പരിശീലനമുണ്ട്.
അതൊക്കെ തന്നെ ആയിരിക്കുമോ അനുമോദ് ഇവരെ സംബന്ധിച്ച് ഈ മാനസിക സമ്മർദ്ദത്തിന് കാരണമാകുന്നത്? കാരണം അത്രയും ശാരീരിക ക്ഷമതയുള്ളവര്, മാനസികമായ കരുത്തുള്ളവർക്ക് മാത്രമേ ഇതുപോലെ കഠിനമായ സാഹചര്യങ്ങളിൽ വനമേഖലകളടക്കം ഒരുപക്ഷെ അവർ പ്രവർത്തിക്കണം, മറ്റ് തീവ്രവാദ സംഘങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണം. അത്തരം പരിശോധനകളും അന്വേഷണവും ഒക്കെ ഇവരുടെ ജോലിയുടെ ഭാഗമായിട്ട് വേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ആയിരിക്കുമോ ഈ ഇവരുടെ ജോലിയുടെ സമ്മർദ്ദം, ജോലി ഭാരമൊക്കെ കൂട്ടുന്നത്? തീർച്ചയായും അത് സാധാരണ പോലീസിൻ്റെ പോലത്തെ ഒരു ലോ ആൻഡ് ഓർഡർ വിഷയമോ ഒരു സ്റ്റേഷനിലെ നിത്യ ചുമതലകളോ അല്ല IRB കാർക്ക് നിർവഹിക്കേണ്ടത്. അതിൽ തണ്ടർ ബോൾട്ടിൻ്റെ ചുമതല വരും, തെരഞ്ഞെടുപ്പ് കാലത്തുള്ള പ്രത്യേക ചുമതലകൾ വരും. ഇപ്പോൾ ശബരിമലയിൽ വരെ അവർ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അതായത് സാധാരണ പോലീസുകാർ സേവനം ചെയ്യാത്ത കഠിനമായ മേഖലകളിൽ, കഠിനമായ സാഹചര്യങ്ങളിൽ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ്റെ സേനാംഗങ്ങൾ. അപ്പോൾ അവരുടെ പരിശീലനവും അവരുടെ പരിശീലന മുറകളും എല്ലാം തന്നെ വ്യത്യസ്തമാണ്. അത് കുറെ കൂടി കടുപ്പമേറിയതുമാണ്. അതൊക്കെ തന്നെ ഇവരെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 10 വർഷം സേവനം കഴിഞ്ഞാൽ ഇവരെ പോലീസിലേക്ക് എടുക്കും എന്നുള്ളൊരു നിർദ്ദേശം വന്നത്. പക്ഷെ അത് പ്രായോഗികമായി നടപ്പാക്കിയില്ല. അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും അവരുടെ നല്ല പ്രായമൊക്കെ, യുവത്വത്തിലെ ഏറ്റവും നല്ല സമയവുമൊക്കെ ഇത്രയും കഠിനമായ ജോലികൾ ചെയ്തും വലിയ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയും മുന്നോട്ട് പോയവരാണ്. ഒരു 35-ന് മുകളിലാവുമ്പോൾ, 40-നോടടുക്കുമ്പോൾ അവർക്ക് മുൻപ് നേരിട്ട അതേ സാഹചര്യത്തിൽ അതേ പ്രതിസന്ധികൾ വരുമ്പോൾ അതേപോലെ കൈകാര്യം ചെയ്യാൻ കഴിയണമെന്നില്ല. കാരണം അവർക്ക് ശാരീരികമായുണ്ടായ മാറ്റങ്ങൾ, അവർക്കുണ്ടായ ഉത്തരവാദിത്തങ്ങൾ, അവർക്കുണ്ടാവുന്ന ശാരീരികമായിട്ടുള്ള പ്രതിസന്ധികൾ, കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ, അങ്ങനെ പലതും മാറും. ഒരു 22 വയസ്സിൽ ജോലി ചെയ്യുന്ന അതേ മാനസികാവസ്ഥയുടെ ഒരു 36 വയസ്സിൽ ഒരാൾക്ക് ജോലി ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഏതൊരു മേഖലയിലുള്ള ഒരു വസ്തുത തന്നെയാണ്. പക്ഷേ ഇവിടെ IRB-കാർക്ക് അങ്ങനെയും ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ എടുത്തു പറയുന്നൊരു കാര്യം. അങ്ങനെ എല്ലാവരെയും ഒരേ നുഖത്തിൽ ഒരേപോലെ എല്ലാ കാലത്തും കെട്ടാൻ കഴിയില്ലല്ലോ. അത് തന്നെയാണ് ഇവിടെ മാറ്റം വരേണ്ടതായിട്ടുള്ളത്. ഓരോരുത്തരുടെ ശാരീരിക മാനസിക പ്രത്യേകതകൾ, പരിഗണനകൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൂടി ഉൾക്കൊള്ളുന്ന തരത്തിൽ ഒരു മാനുഷിക സമീപനം സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ മേഖലയിലുള്ളവർ ആവശ്യപ്പെടുന്നത്. പരിശീലന കാലയളവില് ഇവരുടെ ഈ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ വേണ്ടിയുള്ള നടപടികളൊന്നും, അത്തരം ഒരു പരിശീലനങ്ങളൊന്നും ഇവർക്ക് ലഭ്യമാകാറില്ലേ? പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പോലീസിന്റെ സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, പോലീസിലാണെങ്കിൽ യോഗയുണ്ട്, മറ്റ് വ്യായാമങ്ങളുണ്ട്, ഇതുപോലുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയുള്ള പുതിയ പദ്ധതികളൊക്കെ അവിടെ ആവിഷ്കരിച്ചിരുന്നു. ഈ ബറ്റാലിയനിൽ എങ്ങനെയാണ്, ഇവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഈ പരിശീലനം മാത്രമേ ഉള്ളൂ, അതിനപ്പുറം ഇവരുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ വേണ്ടിയുള്ള നടപടികളൊന്നും ഉണ്ടാകാറില്ലേ അനുമോദ്? ഇതിൽ യോഗ കൊണ്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള ശാരീരിക വ്യായാമങ്ങൾ കൊണ്ടോ കൂട്ടായ്മകൾ കൊണ്ടോ മാത്രം ഇവരുടെ സമ്മർദ്ദം കുറയില്ല. ഏറ്റവും ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഈ വിനീത് തന്നെ നേരിട്ടൊരു പ്രതിസന്ധി, അദ്ദേഹത്തിൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ടെസ്റ്റായിരുന്നു 5 കിലോമീറ്റർ 25 മിനിറ്റിൽ 5 കിലോയിലധികം ഭാരമുള്ള തോക്കും വഹിച്ച് കുത്തനെ കയറി പോവുക എന്നുള്ളത്, അത്രയും വേഗത്തിൽ ഫിനിഷ് ചെയ്യുക എന്നുള്ളത്. അതങ്ങനെ ഫിനിഷ് ചെയ്തില്ലെങ്കിൽ, ആ ടെസ്റ്റിൽ പരാജയപ്പെട്ടാൽ അയാളെ കാത്തിരിക്കുന്നത് അയാളെ ശമ്പളത്തിൽ 25,000 രൂപയോളം കുറവാണ്. അങ്ങനെയൊക്കെ വലിയ ഒരു ആശങ്ക ഡെമോക്രസിൻ്റെ വാള് പോലെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുമ്പോൾ അവർക്ക് യോഗ കൊണ്ടോ വ്യായാമം കൊണ്ടോ ഒത്തുചേർന്ന് അല്പം സമയം ഒരുമിച്ചിരുന്നത് കൊണ്ടോ ഒന്നും ആ സമ്മർദ്ദം കുറയുകയില്ല. സ്വാഭാവികമായിട്ട് അവരോട് മാനുഷികമായുള്ള പരിഗണന വെച്ച് ഈ പറയുന്ന രീതിയിലുള്ള ചട്ടങ്ങളും സംവിധാനങ്ങളും ഒക്കെ അത്തരത്തിലുള്ള പരിഗണന കൊടുത്തുകൊണ്ടൊരു മാറ്റമാണ് കൊണ്ടുവരേണ്ടത്. പോലീസുകാർക്ക് യോഗ ചെയ്തും അല്പസമയം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞതുകൊണ്ടും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ വരുന്നത് സ്വാഗതാർഹം തന്നെയാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും പരിഹരിക്കാൻ കഴിയാത്തത്ര വലിയ വെല്ലുവിളികളാണ് അവർക്ക് ഈ പരിശീലന സമയത്ത് ഓരോ ടെസ്റ്റിലും പരാജയപ്പെട്ടാൽ, ഓരോ ഘട്ടത്തിലും പരാജയപ്പെട്ടാൽ കാത്തിരിക്കുന്നത്. അതായത് നമുക്ക് കിട്ടുന്ന സാമ്പത്തികമായിട്ട് ഉണ്ടാകുന്ന മാറ്റം, മാസം നമുക്കൊക്കെ ലഭിക്കുന്ന ശമ്പളത്തിൽ 1000 രൂപ കുറഞ്ഞാൽ പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല സാധാരണ ശമ്പളക്കാർക്കൊക്കെ. അപ്പോൾ ഒരു പരിശീലനത്തിൽ പരാജയപ്പെട്ടതുകൊണ്ട് 25,000 രൂപയോളം കുറവ് വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അതൊന്നും അതിജീവിക്കാൻ എളുപ്പമല്ല. അത് വലിയ മാനസിക സമ്മർദ്ദം തന്നെയായിരിക്കും അതൊക്കെ നൽകുക. അപ്പോൾ പോലീസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരെ കൂടി കേട്ട് മനസ്സിലാക്കി കുറെ കൂടി മാനുഷികമായ സമീപനം സ്വീകരിക്കലാണ് ഇതിൽ വേണ്ടത് എന്നാണ് നമുക്ക് അവരോടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം. ടോം,
തീർച്ചയായും ഗൗരവമുള്ള വിഷയമാണ്, വിശദമായി പരിശോധിക്കേണ്ട വിഷയമാണ്. ഈ രീതിയിലുള്ള ആത്മഹത്യക്ക് കാരണം ജോലി സമ്മർദ്ദം മാത്രമാണോ, മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? എന്തായാലും ഇത് രാഷ്ട്രീയപരമായും ഒരു വിവാദത്തിന് കാരണമായിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നത്.